വാലിബോൾ. അയ്യോ ഡോക്ടർ വരുന്നു, ഓടിക്കോ, ഡോക്ടർ വരുന്നു. വേഗം ടോമി ഓട്, വേവാ ടോമി, വേവാ ഓടുക, വേവാ. അച്ഛനും അമ്മയൊക്കെ എവിടെ മോനെ? അങ്കിള് വീട്ടിൽ കൊണ്ട് വിടട്ടെ? കള്ളിപ്പൂച്ച വന്നോ? ഇത് വേറെ പൂച്ച. ഞാൻ ദേവമേ സഹായിക്കട്ടെ? ഞാൻ ഇതൊക്കെ ശരിയാക്കി എന്നാ ഞാൻ ഇതൊക്കെ അടുത്ത് വേണ്ടേ? എന്നാ ഞാൻ ഇതൊക്കെ അടുത്ത് തരൂന്നേ. ദേവമേ ഞാൻ ഇളക്കി തരാം. കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ദേവമേ ദേവമേ, അതെ എനിക്ക് കുഞ്ഞുകുരു വേണം. നല്ല കാര്യായി. കുന്നിക്കുരുവിന് ഞാനവിടെ പോവാനാ. ചേട്ടൻ ആഫീസിൽ പോകുന്നതിന് മുമ്പ് പറഞ്ഞൂടായിരുന്നു കുട്ടിക്ക്? നീ താഗിനി ഇതൊക്കെ എടുത്ത് കളാ പോട്ടെ. അയ്യോ ഇങ്ങോട്ട്. ചിന്നു റെഡിയായോ? അങ്കിള് പോവാ. ഇങ്ങനെ ദിവസവും ഡ്രോപ്പ് ചെയ്യുന്നേനെ അടുത്ത മാസം മുതൽ ഡാഡിയുടെ കാശ് വാങ്ങിച്ചു തരണം. പെട്രോളിനൊക്കെ വില കൂടി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഒന്ന് നിക്കണേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? രഹസ്യ. പറ. ഒരു സാധനം വാങ്ങിച്ചു തരൂ. എന്ത് സാധനം വേണ്ടത്? വാങ്ങിച്ചു തരൂ. സാധനം എന്തോന്ന് പറ. എനിക്ക് കുഞ്ഞുക്കുരു വേണം. കുന്നിക്കുരു എന്തിനാ? ആന്നും പറയാത്ത രഹസ്യ. എന്നാലും പറയാനൊക്കത്തില്ല, വാങ്ങിച്ചു തരൂ. ആ, എത്ര എണ്ണം വേണം? 900. ശരി, 900 മതിയല്ലോ. അതെ, വൈകിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ വാങ്ങിച്ചോണ്ട് തരാം. ഇപ്പൊ വീട്ടിൽ പോ. ചെല്ല്. കണ്ണാടി. പോടാ. എന്നിട്ടുണ്ടല്ലോ ഓരോ ദിവസവും രാജകുമാരി ഓരോ കുഞ്ഞിക്കുരു വീതം എടുത്തു വെക്കുവേ. എന്തിനാ? എന്തിനാന്ന് പറ. എന്തിനാ? ശാപമോക്ഷം കിട്ടാൻ. എന്നാലല്ലേ രാജകുമാരൻ വരത്തുള്ളൂ. എന്നിട്ട് രാജകുമാരൻ വന്നോ മോളെ? പിന്നെ രാജകുമാരൻ വന്നു, രാജകുമാരിക്ക് ശാപമോക്ഷം കിട്ടി. എന്നിട്ടോ? എന്നിട്ടെന്താ, രാജകുമാരനും രാജകുമാരി സുഖമായിട്ട് ജീവിച്ചു. എത്ര നാളാൻ ചോദിക്ക്? എത്ര നാൾ? 900 ദിവസം. അയ്യോ, നല്ല ഒന്നാന്തര കഥ. ഇനി അങ്കിൾ ഒരു കഥ പറയാം. പണ്ട് പണ്ടെന്ന് വെച്ചാ വളരെ പണ്ട്. അങ്കിള് ദേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. 2ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുക. വള്ളി നിക്കറും ഒക്കെ ഇട്ട് പള്ളിക്കൂടത്തിൽ പോണ കാലം. അപ്പോട്ടാ എനിക്ക് മാത്രം കിട്ടിയില്ല. കള്ളം പറയില്ല, എനിക്കല്ല ആദ്യം തന്ന. അത് എനിക്കല്ല, കുട്ടനാ. എനിക്ക് ഒന്നേ കിട്ടിയുള്ളൂ. കള്ളം പറയില്ല, എല്ലാവർക്കും 2 എണ്ണം തന്നു. ശരി, കരയില്ല, വെച്ചോ. കൊതിച്ചി ഇല്ല, ഇനി ആർക്കും ഇല്ല. ഇന്നെന്താ വിശേഷം? ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേയാ. അപ്പൊ ഇന്ന് പായസമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട്. രാജശേഖരങ്ങളിനും ബാലകൃഷ്ണങ്ങളിനും ചോക്ലേറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് പായസം കൊണ്ടുവരാം കേട്ടോ. വേണ്ട, ഇതാ വെച്ചോ. അത് അപ്പോ അപ്പോ ഡാടാ, എനിക്ക് ഒന്നേ കിട്ടിയുള്ളൂ. ഒന്നുകൂടെ താടാ. ഡാടാ, എനിക്ക് ഒന്നുകൂടെ താടാ. ചുമ്മാ മത്തങ്ങ. രേവതിക്ക് കഥ കേൾക്കണ്ടേ? ഇപ്പൊ കിട്ടിയത് കഴിച്ചാ മതി. ഓ, ഞാൻ കഥയുടെ കാര്യമാണ് പറഞ്ഞത്. കാർബ്രീസ് ആയാലും എന്തായാലും നിങ്ങൾക്ക് മധുരം കഴിക്കാൻ പാടില്ല എന്നറിയാലോ. ഡോക്ടറാണത്. എന്റെ കർത്താവേ. രാജേട്ടാ, രേവതിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ എന്നാ? രേവതിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞ മാസമല്ലായിരുന്നു? ഇനി അടുത്ത? അയ്യോ, അത് പറ്റില്ല. രേവതിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ നാളെ വേണം. അതെങ്ങനെ? അതങ്ങനെ നാളെ വേണം. രേവതിക്കുട്ടി നാളെ വേണം. ശരി, നാളെ രേവതിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ. എന്നിട്ട് നാളെ നമുക്ക് ചോക്ലേറ്റ് വാങ്ങിക്കണേ. എന്നിട്ട് നാണുവിനും മിനിക്കും അപ്പനും കൊടുക്കാവേ. ചിന്നിന് മാത്രം കൊടുക്കണം. എന്നിട്ട് പായസം വെക്കണം. ദേവിയമ്മ എടുത്ത് പറ. ഇപ്പൊ തന്നെ പറ. ദേവിയമ്മേ, എന്തോ? നാളെ രേവതിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. നമുക്ക് പായസം വെക്കണം. പിന്നെ ഇപ്പൊ വരാവേ. പപ്പേന്റി, നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേ വരണം കേട്ടോ. മേച്ചേച്ചി പറഞ്ഞേ. വരാം.
ബിജു മിനി എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണേ. ആ നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടാ. ഇതെന്താകുന്നു? ഫ്ലവർ. ചൊണ്ണ ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇതെന്താണ്? ഈ സ്പീഡ് കേട്ടോ. ഈ ശൂലം പോലെ ഇരിക്കുന്നതാണ് ഈ സ്പീഡ്. ആ അപ്പൊ ഇതെന്താ? ഇത് ക്ലാവർ. ഇത് കണ്ടോ, 2 ഇലയും 1 പൂവും ക്ലാവർ കേട്ടോ. പിന്നെ ഇത് ഇതാ. ഇതെനിക്കറിയാം, ഹാർട്സ്. ഇതങ്ങനെ ഇത് മാത്രം എനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ സ്കൂളില് ചേട്ടന്മാര് ചേച്ചിമാർക്ക് എഴുത്തു കൊടുക്കും. ആ എഴുത്തില് ഇങ്ങനത്തെ ഒരു പടം വരച്ച് അവിടെ ഒരു അമ്പും ഉണ്ടാവും. നീ ആള് തിരക്കല്ലല്ലോ മോനെ. ഏതായാലും മേനോന്റെ മാതിരി ആയിട്ടില്ല, നിനക്ക് ഭാവിയുണ്ട്. നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേ ആ. വീട്ടിൽ പായസം വെക്കും, എല്ലാവർക്കും തരാവേ. ചിന്നിന് മാത്രം തരൂല. ചോക്ലേറ്റ് വാങ്ങി അതും തരൂല. പായസം ചോക്ലേറ്റ് ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, കുറെ ആള് കൂടി കിട്ടുമല്ലോ. ഏതായാലും ഒരു പെട്ടി ഷീറ്റ് കൂടി വാങ്ങണം, തെന്നാലി ആക്കണം. ആ നമുക്കൊരു കൈ നോക്കല്ലേ, ഒന്ന് മാറട്ടെ. ആ ആഘോഷാണല്ല. എന്നാലും ഇത് ഇത്തിരി കടന്ന കൈയായി പോയി. ഇല്ലാത്തൊരു ബർത്ത്ഡേ ആഘോഷം. അവനങ്ങനെ രേവതയുടെ താളത്തിനൊത്തുള്ളൂ. അവനും മകള് വലിയ സ്നേഹ. എന്താ ഒരു ഡള്ളായിരിക്കുന്നേ? ഒന്നുമില്ല എന്നാലും സ്ട്രോ വേണ്ടേ? വേണ്ട. ഈ കൂൾ ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളൂ. ചേട്ടൻ എന്തോ വേണ്ടെന്ന് വെച്ചാൽ ചേച്ചിയോട് പറയാം. ചേച്ചി അയ്യോ വേണ്ട 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 വേണ്ട, വേറെ വല്ലതും ഉണ്ടാവോ? കണ്ടോ സൂര്യൻ അങ്ങോട്ട് അസ്തമിച്ചതേ ഉള്ളൂ, അതിനു മുമ്പ് ടെൻഷൻ തുടങ്ങിയോ? ഞാൻ വേണേ രാശാരോട് പറയാം. അയ്യോ അവനറിയണ്ട, അവനറിഞ്ഞ പ്രശ്നവും, അത് പ്രശ്നവും. വേണ്ട വേണ്ട. നീ ഒന്നും എടുക്കണ്ടട്ടാ, ഞങ്ങൾക്കറിയാം. നീ വലിയ ആളാവല്ലേ. ഞാൻ തുറന്നു, നീ തുറന്നു. അയ്യേ, ഇത് പ്ലാസ്റ്റിക് കപ്പാ. പ്ലാസ്റ്റിക് കപ്പ ഞങ്ങെന്താ വേണ്ട. എന്റെ നിന്നുകൊണ്ടല്ലോ കരയുന്ന. സോറി സോറി, കരയണ്ട കേട്ടോ. ഇതില് നല്ല നമ്മള് കൂട്ടാണേ. നീ കേട്ടോ, നീ തുറന്ന് നോക്കിക്കോ കേട്ടോ. ഈ ഡീസലിന്റെ വില കുറയ്ക്കണം എന്ന് മറുപടി കൂട്ടുന്നത് അല്ലാതെ പെട്രോളിന്റെ കാര്യം കമാന്നൊരക്ഷരം ആരും മിണ്ടുന്നില്ല. നിങ്ങൾ ഒരൊറ്റ ആളെ വർത്താനം കേട്ടിട്ടാണ് ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്നത്. മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുന്നതിന് ഒരു അതിരുണ്ട്. എന്ന് വെച്ച് പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കണ്ടോ? ആ നിങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായി, കോളനിയിലുള്ള പകുതി ആളുകൾ ഒഴിഞ്ഞു പോയത്. അതുകൊണ്ടൊന്നുമല്ല, തന്റെ ഈ മുടിഞ്ഞ ചീട്ടുകളി കൊണ്ടാ. ചീട്ടൽ അത്രക്ക് മോശ. വളരെ നല്ല കളിയല്ലേ. അവിടെ ഇരി, നീ എവിടെ പോണ്? അതെ, ഞാൻ അകത്തേക്ക് എന്നിട്ട് ഒരിത്തിരി കാര്യമുണ്ട്. ഇപ്പൊ ഈ വന്നേക്കാം. ആ ഓൻ പോട്ടെ, നിങ്ങൾ കട്ടേ. അയ്യോ അയ്യോ, എന്തിനാ എന്റെ ബലൂൺ എടുത്തേ? നീ എടുത്തു, അവിടെ തന്നെ വെയ്, അവിടെ തന്നെ വെയില്ല. ഇത് എന്റെ ബലൂൺ, നീ എന്തിനാ എടുക്കുന്നേ? എടുത്ത് അതേ സ്ഥലത്ത് വെക്ക്. എന്താ എന്താ അവിടെ തന്നെ വെയ്, അവിടെ തന്നെ വെയ്. ദേവു ഇത് വെക്ക് കൊടുക്കാം. മോക്ക് ഞാൻ വേറെ മേടിച്ചു തരാം. വേറെ വേണ്ട. കൊണ്ടുപോയി. അയ്യോ ഇനി കൊണ്ടുപോണേ. അപ്പുറത്ത് വേറെ ബലൂൺ ഉണ്ടല്ലോ, ഞാൻ എടുക്കുന്നു. ഈ അടുത്തോ കാണാലോ. ഞാൻ എടുക്കും. അവിടെ വേറെ ബലൂൺ എടുക്കുന്നു. അവളങ്ങനെ പറഞ്ഞോ? അങ്ങനെ ആഹാ, പറഞ്ഞെ. എന്നാ ഇന്ന് നോക്കിക്കോ. ആ എന്താ ലേറ്റ് ആയത്? വരണം. ഇവൻ ബാലകൃഷ്ണൻ, നാഷണൽ ഇൻഷുറൻസിൽ അസിസ്റ്റന്റ് മാനേജർ. ബാലകൃഷ്ണ, ഇത് രാധിക, എന്നോടൊപ്പം എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുക. മനസ്സിലായി. 100 പേര് ജോലി ചെയ്യുന്ന ഓഫീസിൽ നിന്ന് മിസ് രാധികയ്ക്ക് മാത്രം സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉള്ളപ്പോ കക്ഷിക്കുള്ള സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് മനസ്സിലായി. കുട്ടി നീ വന്നേ. നേരത്തെ സോപ്പിട്ടോ, ഭാവിയിലെ ചേട്ടത്തിയമ്മയാ. വാ തൊട്ടു. കേക്ക് മുറിക്കണ്ടേ? ആ പിന്നെ വാ. അതെടുക്കണ്ട, അതെടുക്കണ്ട. തിരിച്ചു പോയി. ഹാപ്പി Happy birthday to you. അപ്പൊ തരാവേ. പപ്പ ഇരിക്കേ. ഇനി